ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എസിഡ് അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഈ ആഴ്ചത്തിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് എന്തെല്ലാം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ ആഴ്ചകളിലും പ്രധാനമായിട്ട് നമ്മൾ ഡെയിലി ഡിസ്കസ് ചെയ്ത് പോകുന്ന കുറച്ച് കറണ്ട് അഫയേഴ്സുകളൊക്കെ ഇത്തരത്തിൽ നമ്മൾ വീക്കിലി കറണ്ട് അഫയേഴ്സുകളായിട്ട് വരാറുണ്ട്. അത്തരത്തിൽ ഡെയിലി ഫോളോ ചെയ്ത് പോകാൻ പറ്റാത്ത ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ടെന്ന് നമുക്കറിയാം അല്ലേ. എല്ലാ ദിവസവും ഈ പറയുന്ന രീതിയിൽ ക്ലാസ്സുകൾ കാണാൻ പറ്റുമെന്ന് വരില്ല. അപ്പോൾ അവർക്ക് ഡെയിലി ഈ പറഞ്ഞ വീക്കിലി കറണ്ട് അഫയേഴ്സിലൂടെ എനിക്ക് ഈ പറഞ്ഞ ഞായറാഴ്ചകളിൽ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ പറയുന്ന നമ്മൾ ഡെയിലി ഡിസ്കസ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഒക്കെ എന്തെങ്കിലും പറ്റും ഈ പറയുന്ന പെട്ടെന്ന് തന്നെ നോക്കിക്കൊണ്ട് പോകാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് ആദ്യം തന്നെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. ഓക്കെ, നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് കേരള സർക്കാർ അടുത്തിടെ സവിശേഷ ദുരന്തമായിട്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ ആയിട്ട് പ്രഖ്യാപിച്ച പ്രകൃതി പ്രതിഭാസം ഏതാണ് എന്നുള്ളതാണ് അല്ലേ. കേരള സർക്കാർ അടുത്തിടെ സവിശേഷ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്ന പ്രകൃതി ദുരന്തം ഏതാണെന്നുള്ളതാണ്. സവിശേഷ ദുരന്തമായിട്ട്, അതായത് സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ ആയിട്ട് പ്രഖ്യാപിച്ച പ്രകൃതി പ്രതിഭാസം ഏതാണെന്നുള്ളതാണ്. അവിടെ എ ഉരുൾപൊട്ടലുണ്ട്, ബി പ്രളയമുണ്ട്, സി കടലാക്രമണമുണ്ട്, ഡി വരൾച്ചയുണ്ട് അല്ലേ. പ്രധാനമായിട്ടും ഒരു സവിശേഷ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണമെന്നുണ്ടെങ്കിൽ പ്രത്യേകത കാണുമല്ലോ അല്ലേ. അപ്പൊ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് കടലാക്രമണമാണ് അല്ലേ. അപ്പൊ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ കടലാക്രമണമാണെന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അപ്പൊ ശരിയായിട്ടുള്ള ഉത്തരം എന്താണത്? കടലാക്രമണമാണ്. ഈ പറയുന്ന രീതിയിൽ ഹൈ ടൈഡ് ലോ ടൈഡ് സമയങ്ങളൊക്കെ വരുന്ന സമയങ്ങളിൽ ഈ കടലുമായിട്ട് വളരെ ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുകയും വീടുകൾ നശിച്ചു പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെ. അതൊരു സ്ഥിരം സംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കേരള സർക്കാർ അതുകൊണ്ടാണ് അടുത്തിടെ ഈ സവിശേഷ ദുരന്തമായിട്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ ആയിട്ട് എന്തിനെ പ്രഖ്യാപിച്ചത്? നമ്മുടെ കടലാക്രമണത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്തത് 37 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഓസ്ട്രേലിയൻ ഓപ്പൺസ് മിക്സ്ഡ് ഡബിൾസ് കിരീടം തുടർച്ചയായി രണ്ടാം തവണയും നേടി ചരിത്രം കുറിച്ചിട്ടുണ്ടായിരുന്ന സഖ്യം ഏതാണെന്നുള്ളതാണ് അല്ലെ. 37 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഓസ്ട്രേലിയൻ ഓപ്പൺസ് മിക്സ്ഡ് ഡബിൾസ് കിരീടം തുടർച്ചയായിട്ട് രണ്ടാം തവണയും നേടി ചരിത്രം കുറിച്ച സഖ്യം ഏതാണെന്നുള്ളതാണ്. അപ്പോൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്ന സഖ്യം കൂടിയാണ് അല്ലെ. അപ്പൊ അതിന്റെ ഒരു കോഡായിട്ട് നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഒലിവ് ചില്ലയിലെ പിയേഴ്സ് സോപ്പ് എന്നായിരുന്നു. ഓർക്കുന്നുണ്ടോ? ഒലിവ് ചില്ലയിലെ പിയേഴ്സ് സോപ്പ് എന്നായിരുന്നു അല്ലെ. ഒലിവ് ചില്ലയായിട്ട് തന്നെ കണക്കാക്കുക, ഒരു ഒലിമരത്തിന്റെ ചില്ലയായിട്ട് കണക്കാക്കുക. ആ ചില്ലയിൽ ഇരിക്കുന്ന ഒരു പിയേഴ്സിന്റെ സോപ്പ് എന്ന് ഓർത്തിരിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ശരിയായിട്ടുള്ള ഉത്തരവ് എന്ന് പറയുന്നത് ഏതായിരുന്നു? അത് ഈ പറഞ്ഞ ഒലിവിയ ഗഡാക്കിയും ജോൺ പിയേഴ്സും ആയിരുന്നു. സോറി, എന്നാണ് ഒലിവിയ ഗഡാക്കിയും ജോൺ പിയേഴ്സുമായിരുന്നു ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. നമ്മൾ അതുകൊണ്ടാണ് ഈ ഒലിവ് ചില്ലയിലെ പിയേഴ്സ് സോപ്പ് എന്ന് പഠിച്ചു വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. എന്താണ് ഒലിവ് ചില്ല? ഒരു ഒലിവ് ചില്ല മനസ്സിൽ വിചാരിക്കുക. ഓക്കെ, പഠിക്കുന്ന സമയങ്ങളിൽ ഒരു മരം മനസ്സിൽ വിചാരിക്കുക. ഓക്കെ, ഒരു ഒലിവ് മരമാണെന്നുള്ളത് മനസ്സിൽ വിചാരിക്കുക. ഒലിവ് മരം ഇങ്ങനെയൊന്നും അല്ല ഇരിക്കുന്നത് അല്ലേ. ഒരു ഒലിവ് മരമാണെന്ന് വിചാരിക്കുക. ആ ഒലിവ് മരത്തിൽ ഒരു ചില്ല ഇവിടെ ഉണ്ട്, ആ ചില്ലയിൽ ഒരു പിയേഴ്സ് സോപ്പ് ഇരിക്കുന്നു. അപ്പം അങ്ങനെ ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പൊ അതിന് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ ഒലിവിയ ഗഡാക്കിയും അതേപോലെ തന്നെ ജോൺ പിയേഴ്സുമായിരുന്നു. 4 പ്രധാനപ്പെട്ട ഗ്രാൻഡ് സ്ലാമുകളാണ് ഉള്ളത്. അതിൽ ഒന്നാണ് ഈ പറയുന്ന ഓസ്ട്രേലിയൻസ് എന്ന് പറയുന്നത്, ഓസ്ട്രേലിയൻ എന്താണ് ഓപ്പൺസ് എന്ന് പറയുന്നത്. രണ്ടാമത് ഫ്രഞ്ച് ഓപ്പൺ ഉണ്ട്. മൂന്നാമത് വെമ്പിൾഡൺ ഓപ്പൺസ് ഉണ്ട്. 4ാമതാണ് നമ്മുടെ എന്ത് വരുന്നത്, US ഓപ്പൺസ് വരുന്നത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിജയികൾ ആരെല്ലാമാണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, മഹാരാഷ്ട്രയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയായിട്ട് ഉപമുഖ്യമന്ത്രിയായി 2026 ഫെബ്രുവരിയിൽ സത്യപ്രതിജ്ഞ ചെയ്തത് ആരാണെന്നുള്ളതാണ് അല്ലെ. മഹാരാഷ്ട്രയിലെ ആദ്യത്തെ വനിതാ ഉപമുഖ്യമന്ത്രിയായി 2026 ഫെബ്രുവരിയിൽ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ടായിരുന്നത് ആരാണ് എന്നുള്ളതാണ് അല്ലെ. ആരായിരിക്കാം? ശരിയായിട്ടുള്ള ഉത്തരവ് എന്ന് പറയുന്നത് സുനേത്ര പവാറാണ് അല്ലെ. സുനേത്ര പവാറാണ്. നമ്മുടെ അജിത് പവാർ ഈ പറയുന്ന അടുത്തിടെയാണ് വിമാന ദുരന്തത്തിൽ അന്തരിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം നമ്മുടെ മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രിയായിരുന്നു. അപ്പൊ ആ സ്ഥാനത്തേക്കാണ് അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുണ്ടായിരുന്ന സുനേത്ര പവാർ എന്ത് ചെയ്യുന്നത്, പുതിയ ഉപമുഖ്യമന്ത്രിയായിട്ട് സ്ഥാനമേൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ മഹാരാഷ്ട്രയിലെ ആദ്യത്തെ വനിതാ ഉപമുഖ്യമന്ത്രിയായി 2026 ഫെബ്രുവരിയിൽ സത്യപ്രതിജ്ഞ ചെയ്തത് ആരാണത്? സുനേത്ര പവാറാണ് അല്ലെ. ആരാണത്? സുനേത്ര പവാറാണെന്ന് ഓർത്തിരിക്കുക. സുനേത്ര പവാർ. ഓക്കെ, അടുത്ത ചോദ്യം, ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്താണ് എന്നുള്ളതാണ് അല്ലെ. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്താണെന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഫെബ്രുവരി 2 എന്തായിട്ടാണ് ആചരിക്കുന്നത്? ലോക തണ്ണീർത്തട ദിനമായിട്ടാണ് ആചരിക്കുന്നത് അല്ലെ. വേൾഡ് വെറ്റ്ലാൻഡ് ഡേ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആചരിക്കുന്നത്.
അല്ലെ വേൾഡ് വെറ്റ്ലാൻഡ് ഡേ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ആചരിക്കുന്നത്. 1971 എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ പറയുന്ന കൺവെൻഷൻ ഓൺ വെറ്റ്ലാൻഡ്സ് എന്ന് പറഞ്ഞ് ഒരു കൺവെൻഷൻ നടക്കുന്നത്. ആ കൺവെൻഷനാണ് പിൽക്കാലത്ത് നമ്മൾ റംസാർ സൈറ്റിലെ റംസാർ കൺവെൻഷൻ എന്ത് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലെ. 71 കൺവെൻഷൻ ഓൺ വെറ്റ്ലാൻഡ്സ് വരുന്നു. അത് നടന്നിട്ടുണ്ടായിരുന്നത് ഇറാനിലെ റംസാറിലാണ്. അതുകൊണ്ട് പിൽക്കാലത്ത് അതിനെ റംസാർ കൺവെൻഷൻസ് എന്ന് എന്ത് ചെയ്തു വിളിക്കപ്പെട്ടു എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അതെല്ലാം നമ്മൾ ആ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അപ്പൊ അത്തരത്തില് ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്താണെന്നുള്ളതാണ് അല്ലെ. അതിന്റെ ശരിയായിട്ടുള്ള പ്രമേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നീളത്തിൽ നൽകിയിട്ടുള്ള പ്രമേയമാണ് അല്ലെ. ABCD എന്ന് പറഞ്ഞ് നൽകിയിട്ടുള്ളതിനകത്ത് C ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അതായത് വെറ്റ്ലാൻഡ്സ് ആൻഡ് ട്രഡീഷണൽ നോളജ് സെലിബ്രേറ്റിംഗ് കൾച്ചറൽ ഹെറിറ്റേജ് എന്നുള്ളതാണ്. വെറ്റ്ലാൻഡ്സ് ആൻഡ് ട്രഡീഷണൽ നോളജ് സെലിബ്രേറ്റിംഗ് കൾച്ചറൽ ഹെറിറ്റേജ്. ഓക്കെ, മനസ്സിലായോ? അതായത് ഈ പറയുന്ന തണ്ണീർത്തടങ്ങളും പരമ്പരാഗത അറിവും എന്താണ് ഈ പറയുന്ന സാംസ്കാരിക പൈതൃകം ആഘോഷിക്കുന്നതാണ് അല്ലേ. സാംസ്കാരിക പൈതൃകം ആഘോഷിക്കുന്നു എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് അതിന്റെ ശരിയായിട്ടുള്ള പ്രമേയം എന്ന് പറയുന്നത്. അപ്പൊ വെറ്റ്ലാൻഡ്സ് ആൻഡ് ട്രഡീഷണൽ നോളജ് സെലിബ്രേറ്റിംഗ് കൾച്ചറൽ ഹെറിറ്റേജ് എന്നുള്ളതാണ് 2026 ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. അപ്പൊ 2026 ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്ന് പറഞ്ഞാൽ എന്താണത്? വെറ്റ്ലാൻഡ്സ് ആൻഡ് ട്രഡീഷണൽ നോളജ് സെലിബ്രേറ്റിംഗ് കൾച്ചറൽ ഹെറിറ്റേജ് എന്നുള്ളതാണ്. വെറ്റ്ലാൻഡ്സ് ആൻഡ് ട്രഡീഷണൽ നോളജ് സെലിബ്രേറ്റിംഗ് കൾച്ചറൽ ഹെറിറ്റേജ് എന്നുള്ളതാണ് 2026 ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്തത് വികസിത ഭാരതം മറ്റ് 2047 എന്ന ലക്ഷ്യത്തിലേക്കുള്ള റോഡ് മാപ്പ് ലക്ഷ്യമിടുന്ന ബഡ്ജറ്റ് ഏതായിരുന്നു എന്നുള്ളതാണ്. വികസിത് ഭാരത് അല്ലെ. വികസിത് ഭാരത് 2047 എന്ന ലക്ഷ്യത്തിലേക്കുള്ള റോഡ് മാപ്പ് ലക്ഷ്യമിടുന്ന ബഡ്ജറ്റ് ഏതായിരുന്നു എന്നുള്ളതാണ്. ഏതാണ് ബഡ്ജറ്റ്? നമ്മുടെ അടുത്തിടെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന കേന്ദ്ര ബഡ്ജറ്റാണ്. അതായത് 2026 കേന്ദ്ര ബഡ്ജറ്റാണ്. ഈ 2026 കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് നിർമ്മല സീതാരാമനാണ് അല്ലെ. നിർമ്മല സീതാരാമനാണ് എന്ത് ചെയ്യുന്നത് ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഇത് 9ാം തവണയാണ് ഈ പറയുന്ന നിർമ്മല സീതാരാമൻ തുടർച്ചയായിട്ട് എന്ത് ചെയ്യുന്നത് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. 9ാം തവണയാണ് നിർമ്മല സീതാരാമൻ തുടർച്ചയായിട്ട് ഈ പറഞ്ഞ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ റെക്കോർഡ് ആർക്കുണ്ട്? നിർമ്മല സീതാരാമനുണ്ട്. അതുപോലെ 2 മണിക്കൂർ കൂടുതൽ നിർത്താതെ ഈ പറഞ്ഞ രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് മാർക്ക് തന്നെയാണ് നിർമ്മല സീതാരാമൻ തന്നെയാണ്. അപ്പൊ വികസിത ഭാരതം 2047 എന്ന ലക്ഷ്യത്തിലേക്കുള്ള റോഡ് മാപ്പ് ലക്ഷ്യമിടുന്ന ബഡ്ജറ്റ് ഏതാണെന്നുള്ളതാണ്. ആ ബഡ്ജറ്റിന്റെ പേര് 2024 കേന്ദ്ര ബഡ്ജറ്റാണ്. 2026 കേന്ദ്ര ബഡ്ജറ്റാണ്. അതുകൂടാതെ നമ്മുടെ കേരള ബഡ്ജറ്റും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കേരള ബഡ്ജറ്റും കേന്ദ്ര ബഡ്ജറ്റും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അതേപോലെ തന്നെ കേന്ദ്ര ബഡ്ജറ്റിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ടൂറിസം ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും ആമകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്തിരുന്നു പറഞ്ഞ രീതിയിൽ ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ അല്ലേ. അതേപോലെ തന്നെ അടുത്ത് നോക്കുക, ലോക ബാങ്കിന്റെ സഹായത്തോടു കൂടി തന്നെ കേരള കാർഷിക വകുപ്പ് നടപ്പിലാക്കുന്ന കാലാവസ്ഥാ പ്രതിരോധ കാർഷിക മൂല്യ ശൃംഖല നവീകരണ പദ്ധതിയുടെ ചുരുക്കപ്പേര് ഏതാണെന്നുള്ളതാണ്. ലോക ബാങ്കിന്റെ സഹായത്തോടു കൂടി തന്നെ കേരള കാർഷിക വകുപ്പ് നടപ്പിലാക്കുന്ന കാലാവസ്ഥാ പ്രതിരോധ കാർഷിക മൂല്യ ശൃംഖല നവീകരണ പദ്ധതിയുടെ ചുരുക്കപ്പേര് ഏതാണെന്നുള്ളതാണ്. ഓക്കെ, രണ്ടെണ്ണം ഓർത്തിരുന്നാൽ മതി. ഇത്രയും വലിയ ലെങ്തി ആയിട്ടുള്ള പേരുകൾ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ ലോക ബാങ്കും കേരള കാർഷിക വകുപ്പും കൂടെ സംയുക്തമായിട്ട് നടത്തുന്ന പദ്ധതിയുടെ ചുരുക്കപ്പേര് എന്താണെന്ന് ഓർത്തിരിക്കുക. ഏതാണത്? ഏതായിരിക്കും? കേരളം, കേര അല്ലെ. കേര എന്ന് ഓർത്തിരുന്നത്. കേര എന്നൊക്കെ പറഞ്ഞ വെളിച്ചെണ്ണയൊക്കെ അതൊന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ. എന്താണത്? കേര. നമ്മുടെ കേരളം നമ്മൾ പഠിക്കാറില്ലേ, അതേപോലെ തന്നെ ഓർത്തിരുന്നാൽ മതി കേര. ഓക്കെ, അതായത് കേരള ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ പ്രോഗ്രാം എന്നുള്ളതാണ് എന്ത് എന്ന് പറയുന്നത് ഈ പറഞ്ഞ കേര എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ പേര് ഓർത്തിരിക്കുക. ലോക ബാങ്കും അതേപോലെ തന്നെ നമ്മുടെ കേരള കാർഷിക വകുപ്പും, ലോക ബാങ്ക് വേൾഡ് ബാങ്കും നമ്മുടെ കേരള കാർഷിക വകുപ്പും കൂടെ സംയുക്തമായിട്ട് നടപ്പിലാക്കുന്ന മൂല്യശൃംഖല നവീകരണ പദ്ധതിയുടെ ചുരുക്കപ്പേര് ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ പേര് കേര എന്നുള്ളതാണ്. കേര, കേരളം.
അല്ലേ? അതിനകത്ത് ഈ പറയുന്ന കയറി എടുക്കുക, ലം കളയുക. ഓക്കെ, അപ്പോൾ ഏതായിരിക്കും ഉത്തരം കിട്ടും. അടുത്തത് ഓസ്ട്രേലിയൻ ഓപ്പൺസ് വനിതാ സിംഗിൾസ് കിരീടം നേടിയിട്ടുണ്ടായിരുന്നത് ആരാണെന്നുള്ളതാണ്. അല്ലെ, ഓസ്ട്രേലിയൻ ഓപ്പൺസ് വനിതാ സിംഗിൾസ് കിരീടം നേടിയിട്ടുണ്ടായിരുന്നത് ആരാണെന്നുള്ളതാണ്. നോക്കി, അവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്. അരീന സബലെങ്ക, എലേന റിബക്കീന, അതേപോലെ ഇഗ സ്വിയാറ്റ്, എന്താണ് കൊക്കോ ഗാഫ് എന്നുള്ളതാണ് 4 ഓപ്ഷൻസ് ആയിട്ട് അവിടെ നൽകിയിട്ടുള്ളത്. ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ആരാണത്? എലേന സബലെങ്കയ, റിബക്കീനയാണ്. അല്ലെ, ആരാണത്? എലേന റിബക്കീനയാണെന്ന് ഓർത്തിരിക്കുക. എലേന റിബക്കീന എന്നുള്ളത് പറഞ്ഞിരുന്നു, ഇത് ഉസ്ബെക്കിസ്ഥാൻ എന്നുള്ള കളിക്കാരിയാണ്. സോറി, ഉസ്ബെക്ക് അല്ല, കസാക്കിസ്ഥാൻ. അല്ലെ, ഉസ്ബെക്കിസ്ഥാൻ അല്ല, കസാക്കിസ്ഥാനാണ് കേട്ടോ. കസാക്കിസ്ഥാൻ എന്നുള്ളൊരു കളിക്കാരിയും കൂടിയാണ് നമ്മുടെ എലേന റിബക്കീന എന്ന് പറയുന്നത്. അപ്പം ഓസ്ട്രേലിയ ഓപ്പൺസ് വനിതാ സിംഗിൾസ് കിരീടം നേടിയിട്ടുണ്ടായിരുന്നത് എലേന റിബക്കീനയാണെന്ന് എന്ത് ഓർത്തിരിക്കുക. എലേന റിബക്കീന കസാക്കിസ്ഥാൻകാരിയാണ്. അല്ലെ, കസാക്കിസ്ഥാൻകാരിയാണ്. അപ്പോൾ ഓസ്ട്രേലിയ ഓപ്പൺസ് വനിതാ സിംഗിൾസ് കിരീടം നേടിയത് എലേന റിബക്കീനയാണെന്ന് ഓർത്തിരിക്കുക. എലേന റിബക്കീന. അടുത്തത് ഇന്ത്യയിൽ പുതുതായിട്ട് റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളവ ഏതെല്ലാമാണെന്നുള്ളതാണ്. അല്ലെ, അടുത്തിടെ നമ്മുടെ റംസാർ പട്ടികയിൽ കുറച്ച് രണ്ട് പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ത്യയിൽ പുതുതായിട്ട് റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 2 പ്രധാനപ്പെട്ട സൈറ്റുകൾ ഏതെല്ലാമാണെന്നുള്ളതാണ് ചോദ്യം. അല്ലെ, അപ്പൊ ഏതൊക്കെയായിരിക്കാം? ഇപ്പം അവിടെ സുൽത്താൻപൂർ, പട്ന, വേമ്പനാട്, കീലാടി എന്ന് പറഞ്ഞിങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ട്. ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് പട്ന പക്ഷി സങ്കേതവും അതുപോലെ തന്നെ ചാരീദണ്ഡ് എന്നീ പറയുന്ന 2 പ്രദേശങ്ങളെയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 2 റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മുഴുവനായിട്ട് തൊട്ട് മുമ്പ് 96 റംസാർ സൈറ്റുകളായിരുന്നു പ്രധാനമായിട്ടും ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. ഇത് എത്തുന്നതോടുകൂടി തന്നെ 98 റംസാർ സൈറ്റുകൾ എന്ത് ചെയ്തു, ഇപ്പം ഇന്ത്യക്ക് ഉണ്ട് എന്നുള്ളതാണ്. 98 റംസാർ സൈറ്റുകൾ. 1982 എന്ത് ചെയ്യുന്നത്, ഇന്ത്യ ഇപ്പൊ റംസാർ കൺവെൻഷന്റെ ഭാഗമാകുന്നത്. ഓക്കെ, അടുത്തിടെ വരെ പ്രധാനമായിട്ടും 96 റംസാർ സൈറ്റുകളാണ് എന്ത് ചെയ്യുന്നത് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എത്രയായി? അത് 98 ആയി. അപ്പൊ ഏതെല്ലാമാണ് പുതിയതെന്ന് ചോദിച്ചാൽ, ഒന്ന് പട്ന പക്ഷി സങ്കേതം. പട്ന പക്ഷി സങ്കേതം പറയുന്നത് UP-യിലാണ്. ഓക്കെ, അടുത്തത് ചാരീദണ്ഡ് കച്ചാണ്. കച്ച് ഗുജറാത്ത് ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഈ 2 എണ്ണമാണ്. അതേപോലെ തന്നെ സിലിസർഹജ് ലേക്കും കൊപ്ര ജലാശയവും, ഇത് രണ്ടും 2025 ആടായിട്ടുള്ള 2 റംസാർ സൈറ്റുകളായിരുന്നു. സിലിസർ ലേക്കും കൊപ്ര ജലാശയവും. അതൊന്ന് ഓർത്തിരിക്കുക. അടുത്തത് 90-ാം വയസ്സിൽ ആദ്യമായി ഗ്രാമി പുരസ്കാരം നേടിയ ടിബറ്റൻ ആത്മീയ നേതാവ് ആരാണെന്നുള്ളതാണ്. അല്ലെ, 90-ാം വയസ്സിൽ ആദ്യമായിട്ട് ഗ്രാമി പുരസ്കാരം നേടിയ ടിബറ്റൻ ആത്മീയ നേതാവ് ആരാണെന്നുള്ളതാണ്. ടിബറ്റൻ ആത്മീയ നേതാവ് എന്ന് പറയുമ്പോൾ തന്നെ ഉത്തരം അവിടെ കിട്ടിയിട്ടുണ്ടായിരിക്കില്ലേ? ആരാണത്? ദലൈലാമയാണ്. അല്ലേ, ആരാണത്? ദലൈലാമയാണ്. അദ്ദേഹത്തിന്റെ ഒരു ഓഡിയോ ബുക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഓഡിയോ ബുക്കിന്റെ പേര് മെഡിറ്റേഷൻസ് ദ റിഫ്ലക്ഷൻസ് ഓഫ് ഹിസ് ഹോളിമൻ ദലൈലാമ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഓഡിയോ ബുക്കിന്റെ ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന് ഈ 90-ാം വയസ്സിൽ അദ്ദേഹത്തിന് ഗ്രാമി പുരസ്കാരം എന്ത് ചെയ്യുന്നത്, ലഭിക്കുന്നത് എന്നുള്ളതാണ്. അതുകൂടാതെ നമ്മുടെ K-പോപ്പിനും എന്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നു? K-പോപ്പിനും ഈ പറയുന്ന രീതിയിൽ കൊറിയൻ ബാൻഡായിട്ട് ഉണ്ടായിരുന്ന K-പോപ്പിനും അതേപോലെ തന്നെ നമ്മുടെ സ്റ്റീഫൻ സ്പിൽബർഗിനും എന്ത് ലഭിച്ചു? ഈ പറയുന്ന രീതിയിൽ ഗ്രാമി അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ സ്പിൽബർഗിനെ കുറിച്ച് ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു, അല്ലെ, സ്റ്റീഫൻ സ്പിൽബർഗിനെ കുറിച്ച് എന്തുകൊണ്ട് ഇപ്പൊ പറഞ്ഞു എന്നുള്ളതിനെ കുറിച്ച് സംശയം വരാം. അതായത് ഒന്നുമില്ല, ഈ സ്പിൽബർഗിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഈ ഗ്രാമി പുരസ്കാരം ലഭിക്കുന്നതോടുകൂടി തന്നെ ഈഗോട്ട് ക്ലബിലേക്ക് അംഗത്വം ലഭിക്കുന്ന, ഈ ഗ്രാമി പുരസ്കാരം ലഭിക്കുന്നതോടുകൂടി തന്നെ ഈഗോട്ട് ക്ലബിലേക്ക് അംഗത്വം ലഭിക്കുന്ന വ്യക്തിയായിട്ട് ആര് മാറുന്നു? നമ്മുടെ സ്പിൽബർഗ് മാറുന്നു. ഇനി എന്താണ് ഈഗോട്ട് ക്ലബ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മുടെ ഗ്രാമി, എമ്മി, ഓസ്കാർ, ടോണി, അല്ലേ, നോക്കിയട്ടെ, എമ്മി, ഗ്രാമി, ഓസ്കാർ, ടോണി. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ ഈ 4 അവാർഡ് കിട്ടുന്ന പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു ക്ലബ്ബാണ് ഈഗോട്ട് ക്ലബ് എന്ന് പറയുന്നത്. അപ്പം സ്പിൽബർഗിന് ഗ്രാമി കിട്ടുന്നതോടുകൂടി തന്നെ ഈഗോട്ട് ക്ലബിലേക്ക് എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന് അംഗത്വം കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തില് 90-ാം വയസ്സിൽ ആദ്യമായിട്ട് ഗ്രാമി പുരസ്കാരം നേടിയ ടിബറ്റൻ ആത്മീയ നേതാവ് എന്ന് പറയുന്നത് അത് ദലൈലാമയാണെന്ന് ഓർത്തിരിക്കുക. അല്ലെ, ആരാണത്? ദലൈലാമയാണ്. അദ്ദേഹത്തിന്റെ പുസ്തകമായിട്ടുണ്ടായിരുന്ന മെഡിറ്റേഷൻസ് ദ റിഫ്ലക്ഷൻസ് ഓഫ് ഹിസ് ഹോളിമൻ ദലൈലാമ എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അദ്ദേഹത്തിന്റെ ആ ഒരു ഓഡിയോ ബുക്കാണ് കേട്ടോ അത്. അതിൻ്റെ ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന് ഗ്രാമി പുരസ്കാരം നൽകുന്നത്. ഓക്കെ,
അടുത്തത് ഭൗമശാസ്ത്ര രംഗത്തെ നൊബേൽ എന്നറിയപ്പെടുന്ന ക്രാഫ്റ്റ് പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജനായ കാലാവസ്ഥാ ശാസ്ത്രജ്ഞൻ ആരാണെന്നുള്ളതാണ് അല്ലെ. ഭൗമശാസ്ത്ര രംഗത്തെ നൊബേൽ എന്നറിയപ്പെടുന്ന ക്രാഫ്റ്റ് പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജനായ കാലാവസ്ഥാ ശാസ്ത്രജ്ഞൻ ആരാണത്? വീരഭദ്ര രാമനാഥനാണ്. ആരാണത്? വീരഭദ്ര രാമനാഥനാണ്. അദ്ദേഹം ഈ പറയുന്ന രീതിയിൽ ഒരു വലിയൊരു കണ്ടുപിടുത്തം നടത്തി. അതായത് നമ്മുടെ ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്നത് CFC ആണ് എന്നുള്ള ഒരു കണ്ടുപിടുത്തം പ്രധാനമായിട്ടും നടത്തുന്നത് ആരാണത്? വീരേന്ദ്രഭദ്ര രാമനാഥനാണ്. അപ്പൊ ഭൗമശാസ്ത്ര രംഗത്തെ നൊബേൽ എന്നറിയപ്പെടുന്ന ക്രാഫ്റ്റ് പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജനായ കാലാവസ്ഥാ ശാസ്ത്രജ്ഞൻ അത് വീരഭദ്ര രാമനാഥനാണ്. അടുത്തത് ഗ്രാമീണ മേഖലയിലെ യുവാക്കൾക്കും നെയ്ത്തുകാർക്കും സഹായം നൽകുന്നതിനായിട്ട് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി ഏതാണെന്നുള്ളതാണ് അല്ലെ. ഗ്രാമീണ മേഖലയിലെ യുവാക്കൾക്കും നെയ്ത്തുകാർക്കും സഹായം നൽകുന്നതിനായി ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി ഏതാണെന്നുള്ളതാണ്. പദ്ധതിയുടെ പേര് മഹാത്മാഗാന്ധി ഗ്രാമസ്വരാജ് സംരംഭം എന്നുള്ളതാണ്. എന്താണ്? മഹാത്മാഗാന്ധി ഗ്രാമസ്വരാജ് സംരംഭം. അപ്പൊ ഗ്രാമീണ മേഖലയിലെ യുവാക്കൾക്കും നെയ്ത്തുകാർക്കും സഹായം നൽകുന്നതിനായി ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി അത് മഹാത്മാഗാന്ധി ഗ്രാമസ്വരാജ് സംരംഭം. മഹാത്മാഗാന്ധി ഗ്രാമസ്വരാജ് സംരംഭം. ഓക്കെ. അടുത്തത് ജെയിംസ് വെബ് ടെലസ്കോപ്പ് ഉപയോഗിച്ച് കണ്ടെത്തിയ ഏറ്റവും അകലെയുള്ള ഗാലക്സി ഏതാണെന്നുള്ളതാണ് അല്ലെ. ജെയിംസ് വെബ് ടെലസ്കോപ്പ് ഉപയോഗിച്ച് കണ്ടെത്തിയ ഏറ്റവും അകലെയുള്ള ഗാലക്സി ഏതാണെന്നുള്ളതാണ്. ആ ഗാലക്സിയുടെ പേര് MOM Z14 എന്നുള്ളതാണ് അല്ലെ. എന്താണത്? MOM Z14 എന്നുള്ളതാണ് ആ ഗാലക്സിയുടെ പേര്. അപ്പൊ ഇവിടെ ജെയിംസ് വെബ് ടെലസ്കോപ്പ് വെച്ച് കണ്ടുപിടിച്ച ഏറ്റവും ദൂരത്തില് അല്ലെ, ഏറ്റവും ദൂരത്തിലുള്ള ഒരു ഗാലക്സിയുടെ പേര് എന്താണ്? ഏതാണത്? അതിന്റെ പേരാണ് MOM Z14 എന്ന് പറയുന്നത് അല്ലെ. എന്താണത്? MOM Z14. നോട്ട് ചെയ്ത് നോക്കുക. അടുത്തത് ഗ്രാമി ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ പുരസ്കാരം നേടിയ ഹിപ്പ് ഹോപ്പ് കലാകാരൻ ആരാണെന്നുള്ളതാണ്. ഈ ഗ്രാമി കൊടുക്കുമ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്. ഓക്കെ, കൊടുക്കാറുണ്ട്. അത്തരത്തില് ഗ്രാമീണ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ പുരസ്കാരം നേടിയ ഹിപ്പ് ഹോപ്പ് കലാകാരൻ ആരാണെന്നുള്ളതാണ് അല്ലെ. ആരാണത്? കെൻഡ്രിക് ലാമർ ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കെൻഡ്രിക് ലാമർ. കെൻഡ്രിക് ലാമറിനാണ് ഈ ഗ്രാമീണ ചരിത്രത്തിന് ഏറ്റവും കൂടുതൽ പുരസ്കാരം, ഇപ്പം ഗ്രാമി പുരസ്കാരം നേടിയിട്ടുണ്ടായിരുന്ന ഹിപ്പ് ഹോപ്പ് കലാകാരൻ ആരാണത്? കെൻഡ്രിക് ലാമർ. കെൻഡ്രിക് ലാമർ. കെൻഡ്രിക് ലാമർ. ഓക്കെ, ഈ ലാമ ഓർത്ത് വെക്കുക. ഈ ലാമ ഓർക്കുമ്പോൾ നമുക്ക് ദലൈലാമയെ കിട്ടണം. ഈ ലാമ ഓർക്കുമ്പോൾ ഈ ദലൈലാമയെ കിട്ടണം. ഓക്കെ, അപ്പൊ രണ്ടെണ്ണം ഒരുമിച്ച് പഠിക്കാൻ സാധിച്ചല്ലോ. കെൻഡ്രിക് ലാമറും ദലൈലാമയും. ഓക്കെ, രണ്ടു ഓർത്തിരിക്കുക. രണ്ടും ഈ പറഞ്ഞ ഗ്രാമിയായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ കെൻഡ്രിക് ലാമർ ഒരു പ്രത്യേകത കൊണ്ടുവരണം. അദ്ദേഹത്തിന് 26 ഗ്രാമി പുരസ്കാരമാണ് ഇതുവരെ എന്ത് ചെയ്യുന്നത് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ. അടുത്തത് 4 Stars of Destiny എന്ന പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നത് ആരാണെന്നുള്ളതാണ്. 4 Stars of Destiny നമ്മൾ പറഞ്ഞു. 4 stars 4 സ്റ്റാറുകൾ കൂടെ വരുന്ന ആർക്കാണ്? പ്രധാനമായിട്ടും ജനറൽമാർക്കാണ് അല്ലെ. അപ്പൊ ആ പുസ്തകം എഴുതിയത് ആരാണത്? അപ്പം ആരാണത്? ജനറൽ മനോജ് മുകുന്ദ് നരവനെയാണ് അല്ലെ. MM നരവനെ എന്നറിയപ്പെടുന്ന ജനറൽ മനോജ് മുകുന്ദ് നരവനെയാണ് എന്ത് എഴുതിയിട്ടുണ്ടായിരുന്നത്? 4 Stars of Destiny എന്ന് പറയുന്ന പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നത്. പ്രധാനമായിട്ടും ഈ പറഞ്ഞ ഗൽവാൻ സംഘർഷമായിട്ട് ബന്ധപ്പെട്ടുള്ള പുസ്തകമാണ് 4 Stars of Destiny എന്ന് പറയുന്നത്. ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പം 4 Stars of Destiny എന്ന പുസ്തകം എഴുതിയത് ആരാണത്? ജനറൽ മനോജ് മുകുന്ദ് നരവനെയാണ്. അടുത്തത് ഡെഡിക്കേറ്റഡ് റെയർ എർത്ത് പദ്ധതിയിൽ കേരളത്തോടൊപ്പം തെരഞ്ഞെടുത്ത സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണെന്നുള്ളതാണ്. ഡെഡിക്കേറ്റഡ് റെയർ എർത്ത് കോറിഡോർ പദ്ധതിയിൽ കേരളത്തോടൊപ്പം തെരഞ്ഞെടുത്ത സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണെന്നുള്ളതാണ്. കർണാടക, ഗുജറാത്ത്, രാജസ്ഥാൻ എന്നിങ്ങനെ 4 ഓപ്ഷൻസ് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശ്, ഒഡീഷ, തമിഴ്നാട് എന്നിവയാണ്. ആന്ധ്രാപ്രദേശ്, ഒഡീഷ, തമിഴ്നാട് എന്നുള്ളവയാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വലിയ സാധ്യത വരുന്നുണ്ട്. കൂടാതെ തന്നെ നമ്മുടെ KMML പോലുള്ള നമ്മുടെ ടൈറ്റാനിയം, തോറിയം ഒക്കെ എന്ത് ചെയ്യുന്നത്? ഖനനം ചെയ്യുന്ന ഇവർക്ക് എന്താണ് വളരെയധികം ഉപകാരപ്രദമാകും. അപ്പൊ ഡെഡിക്കേറ്റഡ് റെയർ കോറിഡോർ പദ്ധതിയിൽ കേരളത്തോടൊപ്പം തിരഞ്ഞെടുത്ത സംസ്ഥാനങ്ങൾ ഒന്ന് ആന്ധ്രാപ്രദേശാണ്, മറ്റൊന്ന് ഒഡീഷയാണ്, മറ്റൊന്ന് തമിഴ്നാടാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, 4 സംസ്ഥാനങ്ങൾ ആന്ധ്ര, ഒഡീഷ, തമിഴ്നാട്, കേരളം. അറ്റോക്ക്. ഓക്കെ, അറ്റോക്ക് എന്ന് ഓർത്തിരുന്നാൽ മതി. അറ്റോക്ക്. ആന്ധ്രാപ്രദേശ്, ഒഡീഷ, തമിഴ്നാട്, കേരളം. അറ്റോക്ക്. അറ്റാക്ക് എന്ന് കേട്ടില്ല, അറ്റാക്ക്. അപ്പൊ അങ്ങനെ ഓർത്തിക്കുക, അറ്റോക്ക്. അടുത്ത 2026 ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു എന്നുള്ളതാണ് അല്ലേ. എന്താണ് 2026 ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു എന്നുള്ളതാണ്. എന്താണ് പ്രമേയം? യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നുള്ളതാണ് അല്ലെ. യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നുള്ളതാണ് ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. അപ്പൊ 2026 ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം എന്തായിരിക്കാം? യുണൈറ്റഡ് ബൈ യുണീക്ക്. അതായത് വൈരുദ്ധ്യത്തിൽ എന്താണ് ഒരു ഏകത്വം ഉണ്ടാക്കിയെടുക്കുക. വൈരുദ്ധ്യത്തിൽ ഒരു ഏകത്വം ഉണ്ടാക്കിയെടുക്കുക അല്ലെ. വൈരുദ്ധ്യത്തിൽ ഒരു ഏകത്വം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ 2026 ഫെബ്രുവരി 4
ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം അത് യുണീക്ക്, യുണൈറ്റഡ് ബൈ യുണീക്ക്, യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നുള്ളതാണ്, യുണൈറ്റഡ് ബൈ യുണീക്ക് അല്ലേ. അടുത്തത് ISROയുടെ PSLV ദൗത്യ പരാജയങ്ങളെ തുടർന്ന് അട്ടിമറി സാധ്യത പരിശോധിക്കാൻ എത്തിയ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആരാണെന്നുള്ളതാണ് അല്ലെ. ISROയുടെ PSLV ദൗത്യം പരാജയപ്പെട്ടതിനെ തുടർന്ന് അട്ടിമറി സാധ്യത പരിശോധിക്കാൻ എത്തിയ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്, ഇന്ത്യൻ ജെയിംസ് ബോണ്ട് എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തി ആരാണത്? അജിത് ഡോവലാണ് അല്ലെ. ആരാണത്? അജിത് ഡോവലാണ്. അപ്പൊ ISROയുടെ PSLV ദൗത്യങ്ങൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് അട്ടിമറി സാധ്യത പരിശോധിക്കാൻ എത്തിയ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആരാണത്? അത് അജിത് ഡോവലാണെന്ന് ഓർത്തിരിക്കുക. അടുത്തത് ഏജന്റുകൾക്കുള്ള സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോം, അതായത് AI-ക്കുള്ള പ്ലാറ്റ്ഫോം, AI-ക്കുള്ള സോഷ്യൽ മീഡിയ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് AI-ക്ക് വേണ്ടിയിട്ടുള്ള സോഷ്യൽ മീഡിയ, അതിന്റെ പേരെന്താണ്? AI-ക്കുള്ള സോഷ്യൽ മീഡിയയുടെ പേര് എന്തായിരിക്കും? മോൾട്ട് ബുക്ക് എന്നുള്ളതാണ് അല്ലെ. എന്താണത്? മോൾട്ട് ബുക്ക്. അപ്പം AI ഏജന്റുകൾക്കായിട്ടുള്ള സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമിന്റെ പേര് അത് മോൾട്ട് ബുക്ക് ആണെന്ന് ഓർത്തിരിക്കുക, മോൾട്ട് ബുക്ക്. ഇനി ഇതാരാണ് കൊണ്ടുവന്നത്? ഒക്ടേൺ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് എന്ത് ചെയ്യുന്നത്? ഒക്ടേൺ എന്ന് പറയുന്ന കമ്പനിയാണ് ഈ മോൾട്ട് ബുക്കിനെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്, മോൾട്ട് ബുക്കിനെ. ഇനി അത് എടുത്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന മാറ്റ് ഷിലിറ്റ്സ് എന്ന് പറയപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒക്ടേണിന്റെ CEO. അപ്പൊ അവരാണ് പ്രധാനമായിട്ട് ഈ മോൾട്ട് ബുക്കിനെ ഡെവലപ്പ് ചെയ്തെടുത്തത്. അപ്പൊ AI ഏജന്റുകൾക്കായിട്ടുള്ള സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോം, അതായത് AI-ക്ക് വേണ്ടിയിട്ടുള്ള എന്താണ് ഒരു സോഷ്യൽ മീഡിയ. AI-യുടെ സോഷ്യൽ മീഡിയനെ വിളിക്കുന്ന പേരാണ് മോൾട്ട് ബുക്ക്. നമ്മുടെ ഫേസ്ബുക്ക് ആണെങ്കിൽ അവർക്ക് എന്തായിരിക്കും? മോൾട്ട് ബുക്ക്. ഓക്കെ. അടുത്തത് സംസ്ഥാന സർക്കാരിന്റെ തത്വത്തിൽ അംഗീകാരം നൽകിയ 583, അതായത് 583 കിലോമീറ്റർ നീളമുള്ള റെയിൽ പദ്ധതിയുടെ പേരെന്താണെന്നുള്ളത്. സംസ്ഥാന സർക്കാർ തത്വത്തിൽ അംഗീകാരം നൽകിയിട്ടുണ്ടായിരുന്ന അല്ലെ, അംഗീകാരം നൽകിയ 583 കിലോമീറ്റർ റെയിൽ പദ്ധതിയുടെ പേര് ഏതാണെന്നുള്ളതാണ്. ഏതായിരിക്കാം? RRTS എന്നുള്ളതാണ്. അതായത് ഇപ്പൊ തിരുവനന്തപുരം കാസർഗോഡ് പറഞ്ഞ റാപ്പിഡ് റെയിൽ ട്രാൻസിറ്റ് സിസ്റ്റം എന്നറിയപ്പെടുന്ന RRTS. തിരുവനന്തപുരം കാസർഗോഡ് RRTS അല്ലെ, എളുപ്പമല്ലേ? തിരുവനന്തപുരം കാസർഗോഡ് RRTS. അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ LNG ഡീസൽ ഡെമു ട്രെയിൻ പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണെന്നുള്ളതാണ് അല്ലെ. ഇന്ത്യയിലെ ആദ്യത്തെ ഡെമു ട്രെയിൻ പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണെന്നുള്ളതാണ്. എവിടെയാണത്? അഹമ്മദാബാദിലാണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യത്തെ ഡെമു ട്രെയിൻ, ഡെമു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീസൽ ഇലക്ട്രിക്കൽ മൾട്ടിപ്പിൾ യൂണിറ്റ് എന്നുള്ളതാണ്. പ്രധാനമായിട്ട് LNGയും ഡീസലും കൂടെ ഒരുമിച്ച് വെച്ച് പ്രവർത്തിക്കുന്ന ഒരു എഞ്ചിനാണ് ഈ ഡെമു ട്രെയിൻ എന്ന് പറയുന്നത്. അത് ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയായിരിക്കും? അത് അഹമ്മദാബാദിലാണ്, സബർമതിയിലാണ് എന്ത് ചെയ്യുന്നത്? ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇന്ത്യയിൽ ആദ്യത്തെ LNG ഡീസൽ ഡെമോ ട്രെയിൻ പ്രവർത്തനം ആരംഭിച്ചത് പ്രധാനമായിട്ടും അഹമ്മദാബാദിലാണെന്ന് ഓർത്തിരിക്കുക. അടുത്തത് വാസ്റ്റ് സ്പേസ് വികസിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ സ്വകാര്യ വാണിജ്യ ബഹിരാകാശ നിലയം ഏതാണെന്നുള്ളതാണ് അല്ലെ. വാസ്റ്റ് സ്പേസ് വികസിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ സ്വകാര്യ വാണിജ്യ ബഹിരാകാശ നിലയം ഏതായിരിക്കും? അത് ഹേവൻ 1 എന്നുള്ളതാണ് അല്ലെ. എന്താണത്? ഹേവൻ 1 എന്നുള്ളതാണ്. സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റാണ് എന്ത് ചെയ്യുന്നത്? ബഹിരാകാശത്തേക്ക് എത്തിക്കുന്നത്. സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റാണ് ബഹിരാകാശത്തിനെ എത്തിക്കുന്നത് എന്നുള്ളതാണ്. അടുത്തൊരു ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 2026 മിലാനോ കോർട്ടിന വിന്റർ ഒളിമ്പിക്സിന്റെയും പാരാ ഒളിമ്പിക്സിന്റെ ഔദ്യോഗിക ഭാഗ്യ ചിഹ്നങ്ങൾ ഏതെല്ലാമാണെന്നുള്ളതാണ്. 2026 മിലാനോ കോർട്ടിന വിന്റർ ഒളിമ്പിക്സിന്റെയും പാരാ ഒളിമ്പിക്സിന്റെയും ഔദ്യോഗിക ഭാഗ്യ ചിഹ്നങ്ങൾ ഏതെല്ലാമാണെന്നുള്ളതാണ്. ഏതൊക്കെയായിരിക്കാം? ഇന്നെല്ലാം അങ്ങോട്ട് പഠിച്ചതേ ഉള്ളൂ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ പേര് ടീന മിലോ എന്നുള്ളതാണ്. ടീനയും മിലോയും. ടീനയെന്നും മിലോ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇറ്റലിയിലെ ആൽപ്സ് പർവ്വതനിരകളിൽ കാണപ്പെടുന്ന ഒരു തരം എന്താണ്? അതൊരു സ്റ്റോട്ട് എന്നറിയപ്പെടുന്നതിന് കീരിയാണ് അല്ലെ. കീരിയാണ് അതിന്റെ പേരാണ്. അതിനാണ് എന്ത് ചെയ്യുന്നത്? പ്രധാനമായിട്ടും ഇപ്പം ടീന അല്ലെങ്കിൽ മിലോ എന്നുള്ള പേര് എന്ത് ചെയ്യുന്നത്? അവർ ഇട്ടിട്ടുള്ളത്. അതേപോലെ തന്നെ വിന്റർ ഒളിമ്പിക്സിന് വേദിയാകുന്ന പ്രധാനമായിട്ടും ഈ പറഞ്ഞ മിലാന്, അതേപോലെ തന്നെ കോർട്ടിനോ ഡി അംബോസോ എന്നറിയപ്പെടുന്ന 2 സ്ഥലങ്ങളിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്? 2026 വിന്റർ ഒളിമ്പിക്സ് ഇറ്റലിയിൽ വെച്ച് നടക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സെറ്റ് അല്ലേ? ഇത്രയും കാലം നോട്ട് ചെയ്ത് വെക്കുക. അതിനോടൊപ്പം തന്നെ ഒരു ചോദ്യം തരാം. ആ ചോദ്യത്തിന് ഉത്തരം നിങ്ങളാണ് നൽകേണ്ടത്. ഓക്കെ, അതിനുള്ള ഉത്തരം പ്രധാനമായിട്ടും നിങ്ങളാണ് എന്ത് ചെയ്യുന്നത്? പ്രൊവൈഡ് ചെയ്യേണ്ടത്. സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ വാദിക്കാൻ എത്തിയ മുഖ്യമന്ത്രി ആരാണെന്നുള്ളതാണ് അല്ലെ. സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിലേക്ക് എന്ത് ചെയ്യുന്നത്? വാദിക്കാൻ എത്തിയിട്ടുണ്ടായിരുന്ന ആദ്യ മുഖ്യമന്ത്രി ആരാണെന്നുള്ളതാണ്. ആരായിരിക്കാൻ വരിക? അത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക.
ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്ന കുറച്ച് വീക്ക്ലി കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ ചോദ്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ഇതിലൂടെ എന്ത് ചെയ്യും നമ്മൾ പ്രധാനമായിട്ടും അർത്ഥമാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന സെഷൻ കൂടുതൽ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. വളരെ പെട്ടെന്നാണ് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ കമ്പനി ബോർഡ് എലിജിയസ്, VFA, ബെക്കോ, അതേപോലെ തന്നെ കമ്പനി ബോർഡ് എലിജിയസ് പോലുള്ള എക്സാമിനേഷൻസ് വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ACID അക്കാഡമിയിൽ പ്രയാണം എന്ന് പറയുന്ന ഒരാഴ്ച നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ബാച്ചിലെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡെയിലി സ്റ്റഡി പ്ലാനും ടൈപ്പ് റെക്കോർഡ് ക്ലാസ്സുകളും PYQ സെക്ഷൻ പ്രാക്ടീസ് സെക്ഷൻസും മോക്ക് ടെസ്റ്റുകളും എല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളെ ഏതൊരു സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ നിങ്ങളായിക്കോട്ടെ ഈ പറയുന്ന രീതിയിൽ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മൾ വിളിച്ച് ഇപ്പം തന്നെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ഒരുമിച്ച് VFAക്കും കമ്പനി ബോർഡിനും എല്ലാം പഠിച്ചു തുടങ്ങാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ എന്ത് ചെയ്യുക, താല്പര്യമുള്ളവർ വിളിച്ച് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ അറിയിക്കുക. വീണ്ടും കാണാം.